അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ രേണുസുതി ഒരുപാട് കോണ്ടന്റ് രേണുസുതിനെ വെച്ചിട്ട് ഞാനാണേലും ബാക്കിയുള്ള ആൾക്കാരാണേലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു അസുഖമാണ് രേണുസുതിക്ക് എന്നറിഞ്ഞ സമയം മുതല് ഈ വീഡിയോസ് ചെയ്യുന്നത്, അതിനുശേഷം ഒരുപാട് കോൺട്രോവേഴ്സീസ് രേണുസുതി ഉണ്ടാക്കിയെങ്കിലും വീഡിയോസ് ചെയ്യുന്നത്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് മൊത്തത്തിൽ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രേണുസുതി തന്നെ വന്നിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ ആണ് എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഞാനത് മറച്ചു വെച്ച്. പക്ഷെ ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. കാരണം ഒരുപാട് പേര് ഇതിനെ പറ്റി അറിയാനും എന്നാ ഒരിക്കലും ഇത് സത്യമാകരുത് എന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിമിഷം വരെ ഇരിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ ഇനി അവരോട് പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് ചെയ്യുന്ന ചതിയായിട്ട്. ഈ കാര്യങ്ങളൊന്നും ഇപ്പോഴും വിശ്വസിക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരുടെ കമന്റ് ബോക്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ കുറിച്ച് വീഡിയോ ഇടുന്ന ആരുടെയിലൊക്കെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. തെറ്റ് പറയുന്നില്ല, കാരണം കോൺട്രവേഴ്സീസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്ത് വെച്ചിട്ട് അല്ലെങ്കിൽ എന്ത് കോണ്ടന്റ് വെച്ചിട്ട് നമുക്ക് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാം, അതുവഴി റീച്ച് ഉണ്ടാക്കാം, അങ്ങനെ നോക്കി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. രേണുസുതിയും ആ കൂട്ടത്തിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പലർക്കും ഇപ്പോഴും മടിയാണ്. ഇതിനു മുമ്പ് ഇന്റർവ്യൂസസ് ഉണ്ടായിട്ടുണ്ട്. ഉദ്ഘാടനങ്ങൾക്കോ മറ്റതോ പോയ സമയത്ത് രേണുസുതിയുടെ അടുത്ത് കുറെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും രേണുസുതി ആണ് എനിക്ക് ക്യാൻസർ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പേരിൽ കുറെ നെഗറ്റീവ് വരും എന്നല്ലാണ്ട് ഇതാരും വിശ്വസിക്കില്ല എന്ന് കരുതിയിട്ടായിരിക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വെക്കാനുള്ള കാരണവും മെഡിക്കൽ ഹിസ്റ്ററി മൊത്തമായിട്ട് കയ്യിൽ കിട്ടിക്കാണോ ആളുടെ. അപ്പൊ പിന്നെ ഇനിയും ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഇപ്പോഴെങ്കിലും വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഇത് പറയാനാണെങ്കിൽ പല തെറ്റിദ്ധാരണകളും പലർക്കും ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കണ്ടതുപോലെ കേട്ടതുപോലെ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. ഇത് ഞാന് ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനൊരു മുഴ, ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ. ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിട്ടുള്ളത്. ഇപ്പം 15-ാമത്തെ വയസ്സിൽ ഞാനിത് കുളിക്കുമ്പോഴൊക്കെ നമ്മള് ശരീരം കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാൻ അതത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ ആ മുഴയുടെ പുറത്ത് വന്നിട്ട് ഞാൻ കാര്യമാക്കില്ല. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലൊക്കെ. അപ്പം വീട്ടുകാരെന്തെങ്കിലും അറിഞ്ഞു കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അങ്ങനെ പറയാറില്ലായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അത് കൊണ്ടു നടന്ന് കുറെ നാൾ കഴിഞ്ഞപ്പം ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. ഞാൻ എങ്ങനെയോ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു മുഴയുള്ള കാര്യം പറഞ്ഞു. അന്നേരം തന്നെ അവര് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ അന്നത്തെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഇത് ബയോപ്സി ഒക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക. വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ. അപ്പൊ അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു ചെയ്ത്. അപ്പൊ ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞു. ദയവ് ചെയ്ത് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പം നിങ്ങൾ ആരെയിലൊക്കെ ഇത് അറിയിക്കുക. അല്ലെ, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോ അത് പൊക്കോളും, അല്ലെങ്കിൽ ഇത് ഞാനിപ്പോ ഇവിടെ കാണിച്ചാൽ ഞാൻ എന്നെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് വീട്ടിൽ അറിയിക്കത്തില്ല.
പകുതി ആൾക്കാരും ചെയ്യുന്ന അങ്ങനെയാണ്. പിന്നെ ചിന്തിക്കുന്നത് എന്തിനാ വെറുതെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത. അങ്ങനെ വിചാരിക്കരുത്. കാരണം സൂചി കൊണ്ട് എടുക്കാൻ പാകത്തിനുള്ള സാധനം നമ്മളത് വെച്ച് 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 തൂമ്പ കൊണ്ട് എടുക്കേണ്ട ആവശ്യകതയിലോട്ടാണ് നിങ്ങൾ ഇത് എത്തിക്കുന്നത്. നമ്മളിപ്പം തുടക്കത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ഒരു സമയത്ത് അത് തീരുമായിരിക്കും. ഇത് അവിടെ കിടക്കട്ടെ, പിന്നെ നോക്കാം, നാളെ നോക്കാം എന്ന് പറഞ്ഞ് അത് വലിയ പ്രശ്നമായതിനു ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, വീട്ടുകാരെ അറിയിക്കുന്നതും ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകുന്നതും. ചെയ്യാതിരിക്കുക. മനസ്സിന് ഭയങ്കര കട്ടി എന്ന് എല്ലാരും പറയും, സത്യമാണ്. ഇത്രയും ക്യാൻസർ അറിഞ്ഞിട്ട് പോലും ഞാൻ റീൽസ് ചെയ്തു. മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഒരുപാട് റീൽസുകളിലൂടെ ഒക്കെ സന്തോഷിച്ച് ഞാൻ കാണിച്ചു തന്നു. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിന്റെ കട്ടി കൊണ്ട് തന്നെയാണ്. ഇത്രയും ഒരു ക്യാൻസർ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിൽ അതെന്റെ മനസ്സിന്റെ കട്ടി തന്നെയാണ്. പക്ഷെ ദേഹത്തൊരു സൂചി കുത്തി എനിക്ക് പേടിയൊക്കെ, ഇപ്പോഴും എനിക്ക് പേടിയാണ് സൂചി കുത്തുന്നൊക്കെ. അപ്പൊ അത് ആ ഒരു പേടി മൂലം ഞാനന്ന് വീട്ടിൽ പറഞ്ഞില്ല. ഇങ്ങനെ ഇവര് കൊണ്ടുപോയി അത് കീറിക്കളയും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞില്ല. അത് പറയാതെ കൊണ്ടു നടന്നു. അതില് കുറെ നാൾ കഴിഞ്ഞ്, അതായത് സുനിച്ചേട്ടന്റെ മരണശേഷം കുറെ നാളുകൾക്ക് ശേഷം നമ്മള് ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. നമ്മൾ ഡ്രസ്സുകളൊക്കെ ഇടും, നമുക്കത് മനസ്സിലാവുന്നതുകൊണ്ട് നമ്മളത് ഡോക്ടറോട് ചോദിച്ചാൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതെന്താ ഇവിടെ ഒരു പരിശോധിച്ചപ്പം എന്തോ ഒരു സംശയം തോന്നിയത്. അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് ഒരു സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം എന്തോ ഒരു ഡൗട്ട്. അപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു രേണു ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ സാറേ, അപ്പം ഇന്ന പോലെ ഒരു ഡൗട്ട് ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ എപ്പോഴും സാറേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീട്ടുകാരോടൊന്നും പറയല്ലേ, എന്നോട് പറ. കാരണം ഞാൻ ഒറ്റയ്ക്കാ പോയത്, എന്റെ ആങ്ങളെ ഞാനും പോയത്. ആങ്ങളെ ആശുപത്രി കയറി വന്നില്ല, കാറിലിരുന്ന് ഞാനാണ് ചെന്നത് സംസാരിക്കുന്നത്. ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അതിനുശേഷം മാമോഗ്രാം, നമുക്കറിയാം നമ്മൾ സ്ത്രീകൾ എല്ലാ പ്രാവശ്യവും ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് വേദനയില്ലാത്ത മുഴകൾ വന്നാൽ ഇത് ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മളത് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിപ്പോയതാണ്. കാരണം നമ്മളിത് നേരത്തെ ഈ വേദന ഇല്ലാത്ത മുഴയായതുകൊണ്ടാണ് ഞാൻ അധികം ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത്. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് വളരെ വൃത്തിക്ക് എന്താണ് പറ്റിയത്, എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് നടത്തിയത് എന്നുള്ള എല്ലാ കാര്യങ്ങളും രേണുസുധി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഡൗട്ട് അടിക്കുന്ന ആൾക്കാരോട് നിന്റെ ഒക്കെ തലയ്ക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞു എന്തെങ്കിലും? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടിയാണ് നിങ്ങൾക്ക് അറിയാം. അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവാ, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്ട് ചെയ്ത് ഒരു കാര്യം അറിഞ്ഞിട്ടും എനിക്കറിയില്ല. അറിഞ്ഞു കാണുമോ അറിയാത്ത. ഇന്നാണ് ഞാനിപ്പോ ഇത് നിങ്ങളോടാണ് പറയുന്നത്, പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു എന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും എന്റെ മാനേജർക്കും എന്റെ വീട്ടുകാർക്കും എന്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല. ഇപ്പൊ കിച്ചുവിനെ കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അന്ന് ആ വീഡിയോ വന്നപ്പോ രേണുസുധിക്ക് നേരെ തിരിഞ്ഞ ആൾക്കാര് ഇന്ന് ഈ വീഡിയോ വന്നപ്പം കിച്ചുവിനെതിരെ തിരിയുന്നു. സോഷ്യൽ മീഡിയ ആണ് സ്വാഭാവികമായിട്ടും. രേണുസുധിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് രേണുസുധി തുറന്നു പറയുന്നത് പോലും ഈ ഒരു വീഡിയോയിലാണ്. ചിലപ്പോ ഈ വീഡിയോ വഴിയായിരിക്കാം കിച്ചു അത് അറിയാൻ പോകുന്നതും. സ്വാഭാവികമായിട്ട് ഒരു സമയം കഴിയുമ്പം കിച്ചു എന്തായാലും തിരിച്ചു വന്നോളും. കാരണം ഇത്രയൊക്കെ പറഞ്ഞതല്ലേ ആ മറ്റേ വീഡിയോയില്. അതിന്റെ ഇടയിൽ കുറെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഇവര് തമ്മിൽ ഒരു അകൽച്ച വന്നിട്ടുണ്ട്. അപ്പൊ തിരിച്ച് പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് സ്വാഭാവികമായിട്ടും കാണും. സമയം എടുത്തിട്ടാണെങ്കിലും അത് ശരിയായിക്കോളും. അമ്മയും മക്കളാണ്, ഒരു സമയം കഴിയുമ്പം അവര് ഒന്നായിക്കോളും. ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ, അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാം? ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യം. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. അറിഞ്ഞതിന് ശേഷം തന്നെയാണ്. അപ്പോഴൊന്നും അത് ആ തുടക്കത്തെ അപ്പോഴൊന്നും ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി നമുക്ക് എന്തായാലും ഈ ഇത് ആവശ്യം വരും ട്രീറ്റ്മെന്റ്.
എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. വീട്ടുകാരെന്ന് എത്ര നാൾ അവരെ മറച്ചു വെക്കും, എന്നാലും ആവശ്യം വരും. നമുക്കാരും ഇപ്പൊ ഒന്നും കൊണ്ടു തരാനില്ല. അതായത് എന്നും ഒന്നും നമുക്കൊന്നും തരാനില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം, സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു വരുമാനമാണ്. പിന്നെ നമ്മുടെ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകാന്ന് വെച്ചു. തന്നെയാണ് പല ആൾക്കാരും രേണുസുധീനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് അങ്ങ് നിർത്തിയത്. കാരണം ട്രീറ്റ്മെന്റ് വേണം, ചികിത്സയ്ക്ക് പൈസ വേണം, അതിനുള്ള കാട്ടിക്കൂട്ടലാണ് രേണുസുധി കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നത് അങ്ങ് നിർത്തിയത്. അതുകൊണ്ട് പിന്നെ എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി, വേണ്ട എന്ന് ഞങ്ങൾ അങ്ങ് വിട്ടു. ട്രീറ്റ്മെന്റിന്റെ ചെലവ് അത് കുറച്ചൊന്നും ആയിരിക്കത്തില്ല എന്നുള്ള ബോധം, പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം കോൺട്രവേഴ്സീസ് ഓരോന്നായിട്ട് ഓരോ സമയത്ത് ഉണ്ടാക്കുന്നതിന്റെ പേരിൽ തുടങ്ങിയതാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ആ സമയത്ത് എല്ലാവരും ഇത് വിട്ടേനെ. ഇത് ഒരുപാട് ലേറ്റ് ആയി എല്ലാരും അറിഞ്ഞപ്പോ, ആ അറിഞ്ഞ സമയം എല്ലാരും കൂടെ വിട്ടു. ഇനി ചെയ്യാൻ താല്പര്യമില്ല, ഇനി അങ്ങോട്ട് ചെയ്യാനും താല്പര്യമില്ല. ഇപ്പോഴും കമന്റ് ബോക്സിൽ പോയിട്ട് ഇത് സത്യമല്ല, കള്ളമാണ്, ഉഡായിപ്പാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. 15 വയസ്സുള്ള കുട്ടിയോട് ആരെങ്കിലും പറയോ ക്യാൻസർ ആണെന്നുള്ളത്? ക്യാൻസർ ആണ് എന്നല്ല പറഞ്ഞത്, ഇന്നൊരു മുഴ ഇൻ ഫ്യൂച്ചറിൽ ഇത് ക്യാൻസർ ആവും എന്നാണ് പറഞ്ഞത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ശരി, എന്നാ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം.